നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റെഗുലർ ലാംഗ്വേജസിൻ്റെ പമ്പിംഗ് ലെമ്മയാണ്. സോ പമ്പിംഗ് ലെമ്മയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വി ആർ അസ്യൂമിങ് ദാറ്റ് എവറി ലാംഗ്വേജ് ഇസ് എ റെഗുലർ ലാംഗ്വേജ് ആൻഡ് ഹെൻസ് ഇറ്റ് വിൽ സാറ്റിസ്ഫൈ ദി പമ്പിംഗ് ലെമ്മ. നമ്മളൊരു ലാംഗ്വേജ് എല്ലാം എടുക്കുവാണ്, അതിനൊരു ലെങ്ത്ത് പി ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു ലാംഗ്വേജിൽ നിന്ന് വി ആർ ടേക്കിംഗ് എ സ്ട്രിങ് W in such a way that the length of W will be greater than or equal to P. ആ ഒരു ഡബ്ല്യുവിനെ നമ്മൾ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്, എക്സ്, വൈ ആൻഡ് ഇസെഡ്. അപ്പം എക്സ് എന്ന് പറയുന്നത് നള്ളായിരിക്കരുത്, എക്സ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ആയിരിക്കണം. ആൻഡ് ദെയർ ഷുഡ് ബി എ വേരിയബിൾ ടി സച്ച് ദാറ്റ് എക്സ് വൈ റേസ് ടു ടി സെഡ് എന്ന് പറയുന്നതും ലാംഗ്വേജിൽ ഉണ്ടാവണം. അപ്പം ഇതിൻ്റെ പ്രൂഫ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നോട്ടിലുണ്ട്. നമുക്കൊരു പ്രോബ്ലം തരുമ്പോഴത്തേനും യൂഷ്വലി യൂസിങ് പമ്പിംഗ് ലെമ്മ ഈ ഒരു ലാംഗ്വേജ് റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറലായിട്ട് ഐ, ജെ എന്ന് പറഞ്ഞ വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസസ് വെച്ചിട്ട് ഒരു 3 കേസ് പറഞ്ഞാൽ മതി. ആ 3 കേസ് വെച്ചിട്ട് നിങ്ങൾക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. പമ്പിംഗ് ലെമ്മ എന്ന് പറയുന്നത് ഈ മോഡ്യൂളിൽ ഇരിക്കുന്ന 4th 5th മോഡ്യൂളിലും പറയുന്നുണ്ട്, വൺ ഓഫ് ദി ഈസിയസ്റ്റ് ടോപ്പിക്സ് ആണ്. ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. പ്രൂവ് ദാറ്റ് L ഇസ് ഈക്വൽ ടു A raised to n, B raised to n, where n is greater than or equal to 0, it is not regular. പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി സിൻസ് ഇറ്റ്സ് പ്രൂവൺ ബൈ കോൺട്രഡിക്ഷൻ വി ആർ അസ്യൂമിങ് ദാറ്റ് ദിസ് ലാംഗ്വേജ് L is regular and has a pumping length of P എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പമ്പിംഗ് ലെങ്ത്ത് ഞാൻ തൽക്കാലത്തേന് 3 ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി പമ്പിംഗ് ലെങ്ത്ത് 3 ആകുമ്പോഴത്തേനും നമുക്കുള്ള കണ്ടീഷൻ എന്താണ്? എൻ്റെ പമ്പിംഗ് ലെങ്ത്ത് എടുത്തു, അപ്പം പമ്പിംഗ് ലെങ്ത്ത് 3 ആകുമ്പോഴത്തേനും ദി സ്ട്രിങ് ദാറ്റ് വി ആർ ടേക്കിംഗ്, W ടേക്ക് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു P ആയിരിക്കണം. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത്. സ്ട്രിങ് എടുക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു P ആയിരിക്കണം. സോ ഐ എം ടേക്കിംഗ് എ സ്ട്രിങ് W ഇസ് ഈക്വൽ ടു A റേസ് ടു 3 B റേസ് ടു 3. ഓക്കെ, ഇതിൽ ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ടേക്കിംഗ് മൈ W എസ് A റേസ് ടു P B റേസ് ടു P. എന്തുകൊണ്ടാണ് റേസ് ടു P എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എന്നിന് പകരം ഞാൻ എൻ്റെ പമ്പിംഗ് ലെമ്മ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഓക്കെ, സോ ഇവിടെ അതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. ദാറ്റ്സ് നത്തിങ് ബട്ട് A B B B. ഇനി ഇതിനെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡിവൈഡ് ഇറ്റ് ആസ് എക്സ് വൈ ആൻഡ് ഇസെഡ്. ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സിൻ്റെയും വൈയുടെ ലെങ്ത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ആയിരിക്കണം. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ y shouldn't be 0, it should be greater than 0. സോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും x ആയിട്ട് എടുക്കാം, ഇതിനെ y ആയിട്ട് എടുക്കാം, ഇതിനെ z ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് x വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ആൻഡ് y വിൽ നോട്ട് ബി ഈക്വൽ ടു 0 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് കിട്ടി, വൈ കിട്ടി, ഇസഡ് കിട്ടി, ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇത് ഫസ്റ്റ് കേസാണ്, ഇതിൻ്റെ ഡിവിഷൻ്റെ ഫസ്റ്റ് കേസാണ് നമ്മൾ നോക്കുന്നത്. ഇതുപോലൊരു 3 കേസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഫസ്റ്റ് കേസ്, ഓക്കെ, എക്സ് വൈ ഇസഡ് നമ്മൾ ഡിവൈഡ് ചെയ്തു. നൗ വി ആർ ടേക്കിംഗ് ടി ആസ് 2. എക്സ് വൈ റേസ് ടു ടി ഇസഡിൽ നമ്മൾ ടി 2 ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് എ ബി ബി ബി. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത്? അസ്യൂം L ഇസ് റെഗുലർ, ലെങ്ത്ത് പമ്പിംഗ് ലെങ്ത്ത് P എടുത്തു, സ്ട്രിങ് എടുത്തു, 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. സെലക്ട് T സച്ച് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദി ലാംഗ്വേജ്. എൻ്റെ ലാംഗ്വേജ് എന്താണ്? A raised to 4 B raised to 3. Is it in the language? No, because നമുക്ക് തന്നിരിക്കുന്ന ഫോർമാറ്റ് എന്താ? A raised to n B raised to n ആണ്. ഇവർ രണ്ടുപേരുടെ പവർ ഡിഫറെൻ്റ് ആണ്. which means the pumping lemma is contradicting here and this language is not regular. But ഒരു കേസ് കൊണ്ട് കാര്യമില്ല, നമ്മളിതുപോലെ ഒരു 2 or 3 കേസ് നിങ്ങളെടുത്ത് കാണിക്കണം. ടിയുടെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിട്ട് വേറെ കേസ് എടുത്ത് കാണിക്കണം. നിങ്ങൾക്ക് ടിയുടെ വാല്യൂസ് ഡിഫറെൻ്റ് വെച്ച് കേസസുകൾ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എക്സും വൈയുടെ ഡിവിഷൻ ഉണ്ടല്ലോ, അതും നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് കേസുകൾ എടുക്കാവുന്നതാണ്.
അപ്പോൾ കേസ് 2-ൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോമ്പിനേഷനെ മാറ്റുകയാണ് ചെയ്യുന്നത്. എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് ഇങ്ങനെ എ ബി 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 ആണ്. ഇത് എക്സ്, ഇത് വൈയും, ഇത് ഇസഡും ആക്കി ഞാൻ എടുക്കാമെന്ന് വിചാരിക്കും. പിന്നെ നിങ്ങൾ ഇത് എന്നാണ് പറഞ്ഞത്, പമ്പിംഗ് ലെമ്മ കുറച്ചുകൂടി നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഈ പറഞ്ഞ് ഫലിപ്പിച്ചേച്ച് എന്താ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് കാര്യമാണ്. സോ ഒരു കാരണവശാലും ഈ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാം. ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു 2 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് വൈ റേസ് ടു വൈ സെഡ് എന്ന് പറയുന്നത് എ ബി 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 എ റേസ് ടു 5 ബി റേസ് ടു 3. again it will not be a part of L because a റേസ് ടു n b റേസ് ടു n അല്ല ഈ ഒരു സംഭവം. again I'm taking another case 3. കേസ് 3-ൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് എ ബി ബി ബി. ഞാൻ എൻ്റെ എക്സിന് ഒരു വാല്യൂ കൊടുക്കുന്നില്ല. അങ്ങനെ ആവുമ്പം എക്സ് വൈ ഐ ഇസഡ് എന്ന് പറയുമ്പോഴത്തേനും 1 2 3 4 ഐ ഈസ് ഈക്വൽ ടു 2. ഐ അല്ല ടി. That's nothing but a raised to 6 b raised to 3. Again, it's not a part of language, which means that these strings are not regular. Hence, L is not a regular language since it violates the pumping lemma. Okay, അങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. Let us look into another example. Here, we are using pumping lemma. In order to prove that this language is not regular. Usually, pumping lemma use ചെയ്തെന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യും. Here what are we assuming? We are assuming L is regular and has a pumping length of P. നമ്മൾ Wനെ 0 റേസ് ടു P ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ പമ്പിംഗ് ലെങ്ത്ത് നമുക്ക് എന്ത് വേണം ഇവിടെ എടുക്കാം. അപ്പോൾ ലെങ്ത്ത് ഞാൻ 4 എടുക്കുകയാണ്. ബിക്കോസ് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം, അതുകൊണ്ട് ഞാൻ 4 എടുക്കുകയാണ് ലെങ്ത്ത്. നമ്മളപ്പോൾ W എഴുതുമ്പം 0 0 0 0 വരും. ഇതിനെ നമ്മൾക്കിനി എക്സ് വൈ ഇസഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ആദ്യമേ നമ്മൾ റെഗുലറാന്ന് പറഞ്ഞ് പമ്പിംഗ് ലെങ്ത്ത് ഡിക്ലെയർ ചെയ്തു, സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്തു, പിയുടെ വാല്യൂ ഡിഫൈൻ ചെയ്തു, നമ്മൾ സ്ട്രിങ്ങിനെ എടുത്ത് എഴുതി. നെക്സ്റ്റ് വി ഡിവൈഡിങ് ഇറ്റ്. ഓക്കെ, അപ്പം നമ്മളിതിനെ എങ്ങനെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? അപ്പം എക്സ് വൈ ഇസഡ്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കേസ് 1-ൽ സിൻസ് ലെറ്റ് us take t ഈസ് ഈക്വൽ ടു 3. t 3 ആണെന്നുണ്ടെങ്കിൽ എക്സ് വൈ റേസ് ടു ടി ഇസഡ് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് വിൽ ബി 0 0 1 2 3 0. അതായത് ഇത്രയും എക്സ് ആണ്, ഇത്രയും വൈ റേസ് ടു 3 ആണ്, ഇത്രയും സെഡ് ആണ്. അപ്പോൾ 1 2 3 4 5 6 0 റേസ് ടു 6 ആണ്. 6 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ലാംഗ്വേജ്. സിമിലർലി ഫോർ സെക്കൻഡ് കേസ് W ഈസ് ഈക്വൽ ടു 1 2 3 4. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം ടേക്കിംഗ് എക്സ് വൈ ഇസഡ്. ഇഗെയിൻ ടി ഈസ് ഈക്വൽ ടു 3 ഞാൻ എടുക്കുവാണ്. എക്സ് വൈ റേസ് ടു ടി ഇസഡ് 1 1 2 1 2. അപ്പോൾ 1 2 3 4 5 6 7 8. So it's 0 raised to 8. That's not a part of the language since it is not a perfect square. ഇനി അടുത്ത കേസ് എഗെയിൻ തേർഡ് കേസ് നമ്മൾ എടുക്കുമ്പോഴത്തേനും W 0 0 0 0. പിന്നെ ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾ ലൈക്ക് ഈ ഒരു സംഭവം ടി എടുക്കുമ്പോഴത്തേനും അത് പമ്പിംഗ് ലെങ്ത്തിനെക്കാളും ലെസ്സായിട്ട് എടുക്കാനായിട്ട് നോക്കാം. അപ്പം ഇതിനെ എഗെയിൻ നമുക്ക് എഴുതാനായിട്ട് പറ്റും എക്സും വൈയും ഇസഡ് 0 ആക്കുന്ന രീതി. ബിക്കോസ് പമ്പിംഗ് ലെമ്മയിൽ എന്നാണ് പറയുന്നത്? പമ്പിംഗ് ലെമ്മയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ 0 എക്സിൻ്റെ വാല്യൂ 0 കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു സംഭവം 0 ആവാൻ പാടില്ല എന്നുള്ള രീതിക്കാണ് നമ്മൾ എഴുതുന്നത്. സോ ഞാൻ പറഞ്ഞില്ല, പല കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം. നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന റൂൾസ് അതുപോലെ തന്നെ ഇത് തിരിച്ചാൽ മതി. സോ വാട്ട് ആർ വി ഡൂയിങ് ഹിയർ? നമ്മൾ ടി ഈസ് ഈക്വൽ ടു 3 എടുത്തു. സോ എക്സ് വൈ റേസ് ടു ടി സെഡ് എന്ന് പറയുമ്പോൾ 1 1 2 3 1 2 3 1 2 3. അപ്പം 0 raised to 10, which is not a part of the language. Hence, the strings are not regular. So the language L is not a regular language.